ഞാൻ എടുക്കുമ്പോഴേ നിനക്ക് പത്രം എടുക്കാൻ പോണേ. ഇത് ഞാൻ വരുത്തുന്ന പത്രമാണ്. ഇതിന്റെ അവകാശം ഓഫ് ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ അവിടെ ചാകും ഏതെങ്കിലും ഒരെണ്ണം. നീ അങ്ങനെ കളിക്കണ്ട. നീ പത്രം ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴാണ് നാണം കെട്ട പരിപാടി. ഒന്നുമില്ല. ഇതിന്റെ പൈസ അമ്മ കൊടുക്കണമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അമ്മ എന്ന് പറയുമ്പോ എന്റെ ഭാര്യയുടെ അമ്മ. അപ്പൊ എനിക്ക് അവകാശപ്പെട്ട പത്രം തന്നെയാണ്. അത് അമ്മ എപ്പോഴും ഒരു പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ. ഒരു പ്രാവശ്യമല്ല, അമ്മ എപ്പോഴും കൊടുക്കാറുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞല്ല. ഇത് മര്യാദക്ക് ആദ്യമേ തന്നുകൂടായിരുന്നു അവന്. അപ്പൊ ഞാൻ വായിച്ചിട്ട് നിനക്കെന്താ അമ്മ എത്ര എന്നും പത്രം വരും. ഞാനാണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ ഇവർ ഇന്ന് വന്ന് എടുത്താലേ പറ്റുള്ളൂ. അപ്പൊ ഇവ മനഃപൂർവ്വം മഴ പത്രം വായിക്കണം. നീ എന്തിനാ വായിക്കണത്? നീ എന്തിനാണ് വായിക്കണത്? ബോധമുണ്ടാ? എനിക്ക് അത്യാവശ്യപ്പെട്ട വാർത്ത ഞാൻ വായിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് വയറിന് അസ്വസ്ഥത. ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് ഒന്നുകൂടെ വായിക്കാൻ വന്നപ്പോ എടുത്ത് തരൂലെന്ന് പറഞ്ഞ ഞാൻ വായിച്ചോണ്ടിരുന്നല്ലേ. അതിന്റെ ബാക്കി എനിക്ക് വായിക്കണ്ടേ? അല്ല, ഏട്ടനും വായിച്ചല്ലേ? ഏട്ടൻ ഓടാൻ പോയിട്ട് ഫുള്ള് ഇവിടെ ഇരുന്ന് വായിച്ച് തീർത്തപ്പോഴല്ലേ ഞാൻ ചായ കൊണ്ട് തന്നത്. മനഃപൂർവ്വം ഞാൻ വായിച്ചായിരുന്നു. നിനക്ക് എന്താ കുഴപ്പം? ഞാൻ വായിച്ച പത്രം ഒന്നും വായിച്ചാൽ കൈകാലെടുത്ത കളി എന്താ പ്രശ്നം? അവനോട് എന്റെ പ്രശ്നം എന്താണ്? ഏട്ടന്റെ പ്രശ്നം എന്താണ്? എന്താ പ്രശ്നം അവനോട് ചോദിക്കും. എന്റെ ദൈവമേ, എനിക്ക് ഒരു മനസ്സമാധാനം തരത്തില്ല. ഞാൻ എന്ത് വേണം? ഞാൻ എടുക്കാം. എടുത്തിട്ടെന്തിനാ എല്ലാം ചീഞ്ഞ് 4 നൂലാക്കി കളഞ്ഞല്ല പത്രം. കഴിഞ്ഞ എന്തോന്ന് പിടിച്ചു മാറ്റാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലേ? എന്തിനാ ഇവിടെ പ്രശ്നം? നിനക്കെന്തോന്ന് പ്രശ്നം? ഇല്ല, എനിക്കല്ലേ മുത്ത. എന്തൊരു പ്രശ്നം ഇവിടെ? എന്ത് പ്രശ്നമാണെങ്കിലും തീക്കാം. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നെ വിളിക്കണമെന്ന്. എന്തിനാ? വേണ്ട, ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നീ നിന്റെ കാര്യം നോക്കി പോടാ ഇറക്കാം. ഒന്നുമില്ല. പ്രശ്നമില്ലായിരുന്ന നല്ല ബഹളം കേട്ടു ഇവിടെ. ഇവിടെ ഒരു വീടാകുമ്പോ ബഹളം നടക്കും. അത് സാധാരണയാണ്. സാധാരണ വീട്ടിൽ ആക്കണ ബോളല്ല, ഭയങ്കര ഒച്ചയായിരുന്നു ഇവിടെ. നീ എന്തിനാ വന്നത്? പ്രശ്നം എന്താണെന്ന് അറിയാൻ വന്നതാണോ? അല്ല, ഒരു പ്രശ്നം നടന്ന ബോഡി വന്നു. പക്ഷെ ഞാൻ വന്ന അതിനല്ല. ഞാനേ ഒരു കോടി രൂപ ലോട്ടറി എടുത്ത്. അപ്പൊ ഇന്നത്തെ പത്രം കിട്ടിയ നമുക്ക് എന്റെ റിസൾട്ട് ഒന്ന് അറിയായിരുന്നു. അതാണ് കാര്യം. പത്രം അല്ല, ഈ പത്രം ഇങ്ങനെ. ഇവിടുത്തെ പത്രം ഇങ്ങനെ. ഇവിടുത്തെ പരിപാടി അല്ല, മുത്ത പത്രം വായിച്ചാ? ഇല്ലെങ്കിൽ കേരള കൗമുദിയിൽ അവിടെ പോയിട്ട് ചൂട് പത്രം അടിച്ചോണ്ടിരാ മുത്തിന് വായിക്കേ. വേണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ നിന്നോട് പറയുക, ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. നീയായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത്. വേണ്ട പരിപാടി. ഒരാവശ്യം ആരോട് പറയാ? ഇപ്പൊ ഏതിന്നാ ഞാൻ എടുക്കേ? ചരമകോളം ബാംഗ്ലൂറിനാവും. പാരവലം. എടാ, ഇത് ഇന്നലത്തെ പത്രമായിരുന്നു. ഇന്നത്തെ റിസൾട്ട് എടുത്ത് വെച്ചിട്ട് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ